രണ്ട് വിശ്വാസികൾ തമ്മിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്ന് വന്നേക്കാം. ഒരാൾ മറ്റൊരാളുടെ തനിപ്പകർപ്പായിരിക്കണമെന്നല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. പിന്നെയോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള രണ്ട് വിശ്വാസികളെ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും വേർപെടുത്തില്ല എന്നത്ര ബൈബിൾ പഠിപ്പിക്കുന്നത്. താഴ്ചയുള്ള നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ തേജസ്കരണം എന്ന ചിന്തയോടുകൂടിയാണ് ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം നാം അവസാനിപ്പിച്ചത്. നമ്മിൽ വെളിപ്പെടുവാനുള്ള ആ തേജസ് വിചാരിച്ചാൽ മാത്രമേ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് നമുക്ക് എണ്ണുവാൻ കഴിയുകയുള്ളൂ. ആ പ്രത്യാശയിലാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായി നാം ക്ഷമയോടെ കാത്തിരിക്കുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അവസാന അധ്യായമാണ് ഇന്ന് നാം ചിന്തിക്കുവാൻ തുടങ്ങുന്നത്. 4-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തീയ ജീവിതത്തിനുള്ള ശക്തിയാണ് ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിലെ വിഷയം. ഇതിനോടകം നാം 3 അധ്യായങ്ങൾ പഠിച്ചു കഴിഞ്ഞ് 3 കാര്യങ്ങൾ കണ്ടു. കഴിഞ്ഞ 3 അധ്യായങ്ങളിൽ നിന്നുമായി അതിപ്രധാനമായ 3 കാര്യങ്ങൾ. ഒന്ന്, ക്രിസ്തീയ ജീവിതത്തിൻ്റെ തത്വം. അത് എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവും എന്ന് വിശുദ്ധ പൗലോസ് പറഞ്ഞതാണ്. പിന്നെ നാം 2-ാം അധ്യായത്തിൽ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക കണ്ടു. അതെ, ക്രിസ്തുയേശുവിലുള്ള അതേ ഭാവം തന്നെ നമ്മിലും ഉണ്ടാകുവാനായി പൗലോസ് നമ്മെ പ്രോത്സാഹിപ്പിച്ചത് ഓർക്കുന്നല്ലോ. പിന്നെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമ്മാനം അല്ലെങ്കിൽ വിരുദ് നാം കണ്ടു. ആ വിരുദിനായി ഓടുന്നു എന്ന് പൗലോസ് പറഞ്ഞ ഭാഗം നാം ചിന്തിക്കുകയുണ്ടായി. ഇനിയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തി എന്നതാണ് വിഷയം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നാം ചിന്തിക്കുവാൻ പോകുമ്പോൾ ഞാൻ ഓർപ്പിക്കട്ടെ, പ്രവർത്തിക്കുവാനുള്ള ശക്തിയില്ല എങ്കിൽ ഈ ആദ്യം പറഞ്ഞവയെല്ലാം അർത്ഥശൂന്യവും പ്രയോജനരഹിതവുമായി തീരും. ജീവിതത്തിൻ്റെ തത്വവും ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃകയും ക്രിസ്തീയ ജീവിതത്തിൻ്റെ സമ്മാനവുമൊക്കെ പ്രയോജനരഹിതമായി തീരും ശക്തിയില്ലെങ്കിൽ. ജീവിക്കാനുള്ള ശക്തി ഇല്ല എങ്കിൽ പിന്നെ ഇതൊക്കെ പറഞ്ഞതുകൊണ്ട് എന്താണ് വിശേഷം? നമ്മുടെ ജീവിതത്തിൽ മാതൃകയായി അനുകരിക്കുവാനുള്ള ശക്തി ഇല്ല എങ്കിൽ അതിനുള്ള മാതൃകയും അർത്ഥവത്തായിരിക്കുകയില്ല. ലക്ഷ്യത്തിലെത്തിച്ചേരുവാൻ കഴിയുകയില്ലെങ്കിൽ സമ്മാനവും ഫലപ്രദമായിരിക്കുകയില്ല. അതിനാൽ ശക്തി ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ്, ദ പവർ. ഒടുവിൽ എൻ്റെ സഹോദരന്മാരെ എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായം ആരംഭിച്ചപ്പോൾ ഫിലിപ്പി ലേഖനം അവസാനിപ്പിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പൗലോസിനെ സമ്മതിക്കാഞ്ഞതിൻ്റെ ഒരു കാരണം ക്രിസ്ത്യ ജീവിതത്തിന് ശക്തിയുണ്ട് എന്ന് നാം അറിയണമെന്ന് ദൈവം ആഗ്രഹിച്ചത് കൊണ്ടാണ് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. നമ്മെ ശക്തനാക്കുന്ന കർത്താവ് മുഖാന്തരം നമുക്ക് സകലവും സാധ്യമാകുമെന്ന് നാം ഓരോരുത്തരും അറിയേണ്ടതാണ്. സന്തോഷമാണ് ശക്തിയുടെ ഉറവിടമെന്ന് ഈ 4-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. പ്രാർത്ഥന ശക്തിയുടെ രഹസ്യവും ക്രിസ്തുവിനെ ധ്യാനിക്കുന്നത് ശക്തിയുടെ കൃപാസനവുമാണ്. 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തിയുടെ ഉറവിടം സന്തോഷമാകുന്നു എന്നാണ്. അതുകൊണ്ട് നാം ആ ഭാഗം തന്നെ എടുക്കാം. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. അതുകൊണ്ട് എൻ്റെ പ്രിയരും വാഞ്ചിതരുമായ സഹോദരന്മാരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ. പ്രിയമുള്ളവരെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ. ഒരിക്കൽ ഫിലിപ്പിയിലെ വിശ്വാസികൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്ന് ചേരും. ഈ ആളുകളെ കർത്താവിന് വേണ്ടി നേടിയതിനൊരു കിരീടം പൗലോസിന് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഇവിടെ ഭൂമിയിൽ അവരാണ് പൗലോസിൻ്റെ സന്തോഷം. ഫിലിപ്പിയിലെ വിശ്വാസികളെ പൗലോസ് എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നവൻ പറയുന്നു. ഇങ്ങനെ കർത്താവിൽ നിലനിൽപ്പീൻ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാണല്ലോ വാക്യം അവസാനിപ്പിച്ചത്.
എഫെസിയിലെ വിശ്വാസികളോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവീൻ. ക്രിസ്തീയ വിശ്വാസം ജീവിതത്തിൽ സ്ഥിരത ഉളവാക്കുന്നതാണ്, ഉറപ്പ് നൽകുന്നതാണ്. അതുകൊണ്ടാണ് പതറിയിരുന്ന സങ്കീർത്തനക്കാരൻ 55-ാം സങ്കീർത്തനം ആരംഭിച്ചപ്പോൾ എൻ്റെ മനസ്സ് പതറിയിരിക്കുന്നു, എൻ്റെ മനസ്സിടുങ്ങിയിരിക്കുന്നു, എൻ്റെ മനസ്സാകെ കുലുങ്ങിയിരിക്കുന്നു എന്നൊക്കെ പാടി. അങ്ങനെയാണ് ആരംഭിച്ചതെങ്കിലും ദൈവത്തിലുള്ള ആശ്രയം തൻ്റെ ജീവിതത്തിൽ വീണ്ടും തനിക്ക് ഉറപ്പായപ്പോൾ അവൻ പാടി അവസാനിപ്പിച്ചതൊക്കെയും എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുന്നു, ഞാൻ കുലുങ്ങുകയില്ല, ഞാൻ നിൽക്കുന്നത് എവിടെയാകുന്നു എന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അതെ, ക്രിസ്തീയ വിശ്വാസം ജീവിതത്തിൽ സ്ഥിരത ഉളവാക്കുന്നതാണ്. ക്രിസ്തു ജീവിതത്തിന് ഉറപ്പ് നൽകുന്നവനാണ്. ആടി ഉലയേണ്ട യാതൊരു കാര്യവുമില്ല. ഇനി 2-ാം വാക്യത്തിലേക്ക് വരാം. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ ഞാൻ യുവോദ്യയെയും സുന്ദുകയെയും പ്രബോധിപ്പിക്കുന്നു. ഫിലിപ്പിയ സഭയിൽ ഉണ്ടായിരുന്ന ഏക പ്രശ്നത്തിലേക്ക് പൗലോസ് കടക്കുകയാണ് എന്ന് തോന്നുന്നു. ഇത് വലിയ ഗൗരവമായ പ്രശ്നമായിരുന്നില്ല. തൻ്റെ ലേഖനത്തിൻ്റെ അവസാനത്തിലെത്തുന്നത് വരെയും പൗലോസ് അപ്പോസ്തലൻ അത് സൂചിപ്പിക്കുന്നത് പോലുമില്ല എന്ന് നാം കാണുന്നു. വാസ്തവത്തിൽ ഈ 2 സഹോദരിമാർ തമ്മിൽ സംസാരിച്ചിരുന്നില്ല എന്ന് ചിന്തിക്കാവുന്നതത്രേ. നമ്മുടെയൊക്കെ സഭകളിൽ സാധാരണ കാണുന്നത് പോലെ തന്നെ. അതിനെ നമ്മൾ ചെറുതായി കാണണ്ട. ഏതായാലും പൗലോസ് പറയുന്നു, കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാനായി ഫിലിപ്പിയിലെ വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നതിൽ നിന്നും നാം അത് നേരത്തെ തന്നെ കണ്ടു കഴിഞ്ഞതാണ്. അവിടെ ഈ അഭിപ്രായ ഭിന്നത എന്ന ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു. ഒരാൾ മറ്റൊരാളിൻ്റെ തനിപ്പകർപ്പായി തീരണമെന്നല്ല പൗലോസ് പറഞ്ഞതിൻ്റെ അർത്ഥം. അവർക്ക് പല കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ ക്രിസ്തുവിൻ്റെ മനസ്സുള്ള 2 ആളുകളെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ വേർപെടുത്തുന്നതായിരിക്കില്ല. ഓരോ അംഗവും വ്യത്യസ്തവും എന്നാൽ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മഹത്വകരമായ സത്യങ്ങളിലൊന്ന്. ഞാൻ വീണ്ടും പറയട്ടെ, ഓരോ അംഗവും, സഭയിലെ ഓരോ അംഗവും വ്യത്യസ്തവും എന്നാൽ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നായിരിക്കുകയും ചെയ്യുന്നതാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ മഹത്വകരമായ സത്യങ്ങളിലൊന്ന്. ഇനിയും 4-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം ശ്രദ്ധിച്ചാട്ടെ. സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോടും അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലെമന്ത് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായ ആ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ആദിമസഭയിൽ സ്ത്രീകൾ പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ഒരു ഭാഗം കൂടിയാണിത്. എന്നാൽ അക്കാലത്ത് സ്ത്രീകൾക്ക് പ്രധാന സ്ഥാനം ലഭിക്കുന്നത് അസാധാരണ കാര്യമായിരുന്നു എന്നോർക്കണം. ഈ സ്ത്രീകൾ എന്നോടുകൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു എന്ന് പൗലോസ് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. നാം മുമ്പ് പരിചയപ്പെടാത്ത ഫിലിപ്പിയിലെ ഒരു വിശ്വാസിയാണ് ഈ ക്ലെമന്ത് എന്ന് നമ്മളിപ്പോൾ വായിച്ചത്. എൻ്റെ മറ്റ് കൂട്ടുവേലക്കാരുമായി ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ട മറ്റനേകം വിശ്വാസികൾ ഫിലിപ്പിയിൽ ഉണ്ടായിരുന്നു എന്നാണ് അത് നമുക്ക് സൂചിപ്പിക്കുന്നത്. എൻ്റെ മറ്റ് കൂട്ടുവേലക്കാരുമായി എന്ന് പൗലോസ് പറയുന്നു. അവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിലുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി പൗലോസിനെ സംബന്ധിച്ചിടത്തോളം. എത്ര മനോഹരമായ ചിന്തയല്ലേ? ഇനിയും 4-ാം വാക്യം വളരെ സുപരിചിതമായൊരു വാക്യമാണല്ലോ. ഫിലിപ്പി ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. ഇതൊരു ക്രിസ്തു വിശ്വാസിക്കുള്ള കൽപ്പനയാണ്. ശ്രദ്ധിച്ചോണം, ഇതൊരു കൽപ്പനയാണ്. സന്തോഷമില്ലെങ്കിൽ കൽപ്പന ലംഘിക്കുകയാണ്. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ളത് ദിവസവ്യത്യാസമന്യേ അത് ഇരുണ്ടതോ പ്രകാശപൂർണമോ ദുർഘടം പിടിച്ചതോ അല്ലാത്തതോ പ്രശ്നങ്ങളോ പരീക്ഷകളോ ഒക്കെ ഉള്ളതായ അസുഖകരമായതോ അതോ എല്ലാ വിധത്തിലുമുള്ള സന്തോഷം കൊണ്ട് നിറഞ്ഞതോ എന്തുമായിക്കൊള്ളട്ടെ, എല്ലായ്പ്പോഴും കർത്താവിൽ സന്തോഷിപ്പീൻ എന്നാണ് പൗലോസ് പറയുന്നത്. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായില്ലെങ്കിൽ എന്ന് കണ്ടിട്ടായിരിക്കാം വീണ്ടും പൗലോസ് ആവർത്തിക്കുന്നത്. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു.
സന്തോഷം നമുക്ക് തന്നെ സൃഷ്ടിക്കുവാൻ കഴിയാത്ത ഒന്നാണ് എന്ന് നിങ്ങൾക്കറിയാമോ? സന്തോഷം പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തിൽ ഒന്നാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ ശക്തിയില്ലാത്ത വ്യക്തിയാണ്. യഹോവയെങ്കിലെ സന്തോഷം അനുഭവിക്കാത്ത ഒരാൾക്ക് യാതൊരു ശക്തിയുമില്ല എന്നതാണ് വാസ്തവം. നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിലുകൾ പണിത് തീർന്ന ശേഷം അവർ നീർവാതിൽക്കൽ ഒരു വായനാപീഠം ഉണ്ടാക്കി എന്ന് നാം നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. അവിടെ നിന്നുകൊണ്ട് എസ്രാ പുരോഹിതൻ തിരുവചനത്തിൽ നിന്നും രാവിലെ മുതൽ ഉച്ചവരെ വായിച്ചു. ജനമെല്ലാം കേൾക്കെ വായിച്ചു. ഇത് വായിച്ച് കേട്ടവരെ അത് വികാരഭരിതരാക്കി തീർത്തു. ഇതൊരു മഹാദിവസമാണ്. നിങ്ങൾ കരയേണ്ട. ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ, ഭൗതിക അനുഗ്രഹങ്ങളിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നും നിങ്ങൾ അവയെ അനുഭവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്ന് നെഹമ്യാവ് അവരോട് പറഞ്ഞു. നമുക്ക് അനുഭവിക്കുവാനും സന്തോഷിക്കുവാനുമാണ് ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങളുടെ ശക്തി. സന്തോഷമില്ലാതെ നിങ്ങൾക്ക് ശക്തിയുള്ള ഒരു വിശ്വാസിയായിരിക്കാൻ അല്ലെങ്കിൽ ഒരു ദൈവവൈതലായിരിക്കാൻ കഴിയുകയില്ല സുഹൃത്തേ. യഹോവയിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. എപ്പോഴും മ്ലാനമായിരിക്കുന്ന, ഇങ്ങനെ മസിൽ പിടിച്ചിരിക്കുന്ന വിശ്വാസികൾ മന്ദീഭവിച്ചിരിക്കുന്നത് കാണാമല്ലോ. ക്രിസ്തീയ ജീവിതത്തിൽ യാതൊരു വളർച്ചയും ഇല്ലാത്തവരായി കഴിയുന്നത് അങ്ങനെയുള്ളവരെന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചിട്ടുണ്ടാകും. ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഉദാഹരണം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ലോകം എടുത്തുപയോഗിക്കുന്ന ഒരു വലിയ പ്രമാണമാകുന്നു ഈ സന്തോഷമെന്നുള്ളത്. വാസ്തവത്തിൽ ഈ കച്ചവട ലോകം ഇതൊരു വിധം കച്ചവടമാക്കി. വളരെയേറെ സന്തോഷമുള്ള ഒരു വിൽപ്പനക്കാരനാണ് സമൂഹത്തിൽ എപ്പോഴും കൂടുതൽ വിറ്റുവരവുള്ളത്. സന്തോഷം ഉള്ളിലുണ്ടാകണമെന്നില്ല, എങ്ങനെങ്കിലും പുറമേ കാണിക്കാൻ കഴിഞ്ഞാൽ മതിയാകും. താങ്കൾ ഏതെങ്കിലും കടയിൽ ചെന്നൊരു സാധനം ആവശ്യപ്പെട്ടപ്പോൾ അവിടെ വിൽക്കുന്ന ആൾ താങ്കളെ കണ്ടിട്ട് അയാളുടെ മുഖം മ്ലാനമാക്കുകയോ കരയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ എന്തായിരിക്കും സാധനം വാങ്ങുവാൻ ചെന്ന താങ്കളുടെ പ്രതികരണം? വിൽപ്പനക്കാരൻ കരഞ്ഞെന്നാൽ താങ്കൾ പിന്നീട് ഒരിക്കലും അവിടെ പോകാൻ സാധ്യതയില്ല. അങ്ങനല്ലേ? അങ്ങനെ ആരും ചെയ്യില്ല. ഒരു വിൽപ്പനക്കാരും ചെയ്യില്ല. താങ്കളൊരു സാധനം ആവശ്യപ്പെട്ടു, അത് ചോദിച്ചു കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒരു 100 ഗുണങ്ങൾ വർണ്ണിച്ചുകൊണ്ട് അതുപോലെയുള്ള 10 സാധനങ്ങൾ നമ്മുടെ മുൻപിൽ നിരന്നു കഴിയും. ഒരു സാരി ചോദിച്ച് ചെന്നാൽ അവർ ആദ്യം കാണിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ സാരിയാണോ? അല്ലല്ല, ഏറ്റവും വില കൂടിയ സാരി നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾക്ക് വാങ്ങിക്കുവാൻ സാധിക്കില്ല എന്ന് ആ കൊണ്ടുവരുന്ന ആളിന് അറിയാമെങ്കിൽ പോലും ഏറ്റവും വില കൂടിയ സാരി നിങ്ങളുടെ മുൻപിൽ കൊണ്ടിടും. അതിലൊരു 100 എണ്ണം നിരത്തും. നമുക്കല്പം താല്പര്യം തോന്നുന്ന വസ്തുക്കളെ അവർ നമ്മെക്കൊണ്ട് വാങ്ങിപ്പിക്കും. ഇന്നിപ്പോൾ വന്ന് കടയിൽ പോയി വാങ്ങിക്കുന്നതിനേക്കാൾ കൂടുതൽ ഓൺലൈനിലാണല്ലോ വാങ്ങുന്നത്. അവിടെയും സ്ഥിതി ഇതുതന്നെയാണെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു സാധനം നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ അതുപോലെയുള്ള 1000 സാധനങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇങ്ങനെ വന്ന് നിരന്നിരിക്കും. അതുമാത്രമോ, എന്തെല്ലാം വിലക്കുറവുകൾ, എന്തെല്ലാം സൗകര്യങ്ങൾ, എങ്ങും പോകണ്ട, വീട്ടിൽ കൊണ്ടുതരും, തിരികെ എടുക്കുവാനുള്ള എല്ലാ വാഗ്ദാനങ്ങളും. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ആരും ഒന്നും വാങ്ങില്ല. സാധാരണ ഞങ്ങൾ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങുന്ന ഒരു കടയിൽ നിന്നും ഒരു പ്രാവശ്യം സാധനങ്ങൾ വാങ്ങി തിരികെ വീട്ടിലേക്ക് പോരുമ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു, ഇനി നമുക്ക് ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങേണ്ട എന്ന്. ഞാൻ അത്ഭുതത്തോടെ ചോദിച്ചു, അതെന്താ? അവിടുത്തെ സാധനങ്ങൾ നല്ലതാണല്ലോ, തൂക്കത്തിലും അളവിലും ഒട്ടും വെട്ടിപ്പൊന്നുമില്ല, വിലയും വളരെ ന്യായമായത്, പിന്നെ എന്താ അവിടുന്ന് വാങ്ങേണ്ട എന്ന് പറഞ്ഞത്? അത് നാം ഇത്രയൊക്കെ സാധനങ്ങൾ വാങ്ങിയിട്ടും നമ്മെ കണ്ടാൽ അവരൊന്ന് ചിരിക്കുമോ? എൻ്റെ ഭാര്യയുടെ മറുപടി സത്യമാണ്. എന്നാൽ കഴുത്തറത്ത് കാശ് വാങ്ങുന്നവൻ ഇടപെടുന്ന രീതിയിൽ ആരും പോയി അയാളുടെ സാധനങ്ങൾ വാങ്ങും. ഈ അനുഭവങ്ങൾ താങ്കൾക്കും ധാരാളം ഉണ്ടല്ലോ. പണ്ടൊക്കെ ഒരുപാട് മെഡിക്കൽ
അവരിൽ ഒരൊറ്റ എണ്ണം പോലും സ്വയം കഴിക്കാതെ സന്തോഷത്തോടെ ആവശ്യം പോലെ വേദനസംഹാരി ഗുളികകൾ നാട്ടുകാർക്ക് വിൽക്കും. സന്തോഷമില്ലാത്ത മുഖവുമായി ഒരൊറ്റ ദിവസം പോലും അവർ വിജയിക്കുകയില്ല. പണ്ടൊക്കെ ഞാൻ കോഴിക്കോട്ട് പോയിരുന്ന സമയത്ത്, ഇപ്പോൾ അധികം പോകാറില്ല, അതുകൊണ്ടാണ് പണ്ടൊക്കെ എന്ന് പറഞ്ഞത്, ഞാൻ അവിടെ സാധാരണ ഭക്ഷണം കഴിക്കാൻ കയറുന്ന ഒരു ഹോട്ടലുണ്ടായിരുന്നു. അതേതാണെന്നല്ലേ? അത് പറയാം. ഏതായാലും ഞാൻ അവിടെ കയറുന്നതിന് കാരണം മറ്റൊന്നുമല്ല. അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ ഓർഡർ എടുക്കാൻ വരുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആദ്യം ഞാൻ അവിടെ കയറിയപ്പോൾ പെട്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. കാരണം സാധാരണ പരിചയക്കാരെ പോലെ വന്ന് ഇടപെട്ട് പണ്ടെങ്ങോ പരിചയമുണ്ടായിരുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് ഞാൻ ചിന്തിച്ചു പോയി. അത്ര സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ഇടപെടുന്ന മനുഷ്യൻ. എന്തുകൊണ്ട് വിശേഷം? ഇപ്പോൾ എല്ലാം സുഖമായിരിക്കുന്നു. പിന്നീട് ഒരിക്കൽ ഞാൻ മനസ്സിലാക്കി, ഈ സന്തോഷം പ്രകടിപ്പിച്ചിരുന്ന മനുഷ്യൻ വീട്ടിൽ ഭയങ്കര പ്രശ്നത്തിൽ കൂടി കടന്നു പോകുന്ന ഒരാളായിരുന്നു എന്ന്. അയാളുടെ ഭാര്യ ഒരു മാരക രോഗത്താൽ കിടപ്പിലായിരുന്നു എന്ന് എൻ്റെ ഒരു സ്നേഹിതൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഒരു ദൈവപൈതൽ ബാഹ്യമായ സന്തോഷം മാത്രം കാണിക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെയോ യഥാർത്ഥ സന്തോഷം എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കണം. അങ്ങനെ ഒരു സന്തോഷമില്ലെങ്കിൽ നമ്മൾ പറയുവാൻ പോകുന്ന കാര്യം ആർക്കും വേണ്ട. രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ? ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒരിക്കൽ പോലും അതിനു മുമ്പ് ചിരിച്ചിട്ടില്ലാത്തവൻ പോലും അങ്ങനെ ചിരിച്ചുകൊണ്ടുള്ള ഫോട്ടോ എടുത്തു വിടും. കാരണം അവൻ ചിരിച്ചില്ലെങ്കിൽ ആരും അവന് വോട്ട് കൊടുക്കുകയില്ല. പൗലോസ് പറയുകയാണ്, കർത്താവിലെ സന്തോഷം. ഒരു ദൈവപൈതൽ സദാ ഈ സന്തോഷമുണ്ടായിരിക്കണം. ഞാൻ പറഞ്ഞല്ലോ, കൃത്രിമമാകരുത്. സന്തോഷം ഉണ്ടാക്കുവാനുള്ള പരിശ്രമത്തിൽ ലോകം വളരെയേറെ പണം ചെലവഴിക്കുന്നുണ്ട്. കുറേ ഫലിതങ്ങൾ പറയുന്നതിനാൽ ഈ കോമഡിക്കാർ എത്രമാത്രം പണമുണ്ടാക്കുന്നതെന്നറിയാമോ? വന്ന് ഇപ്പോൾ കോമഡികളുടെ നിലവാരം അങ്ങ് വളരെയേറെ തരം താണതായി കഴിഞ്ഞു. എന്നാലും എന്തെങ്കിലും ചിരിക്കാൻ വേണമല്ലോ എന്ന് കണ്ട് മനുഷ്യർ അതിൻ്റെ പുറകെയാണ്. ഈ അർത്ഥമില്ലാത്ത ഫലിതങ്ങൾ ആസ്വദിക്കുവാൻ മനുഷ്യൻ പണം വാരിയെറിയും. എന്തുകൊണ്ടാണെന്നറിയാമോ? മനുഷ്യർക്ക് ചിരിക്കണമെന്നതാണ് അതിൻ്റെ പിൻപിലത്തെ രഹസ്യം. ഹൃദയം തുറന്നൊന്ന് ചിരിക്കണം. അതാണ് ജീവിതത്തിൽ സന്തോഷമെന്ന് അവർ ചിന്തിക്കുന്നത്. ജീവിതത്തിൽ ഒരല്പം സന്തോഷം ലഭിക്കണമെന്ന് അവർ ആഗ്രഹിച്ച് എന്തും നൽകുവാൻ മടിയില്ലാത്തവരായി പോകുന്നു. വീർത്തുകെട്ടിയ മുഖവും പിത്തം പിടിച്ചവരുടേതുപോലുള്ള ഇടപെടലും കൊണ്ട് ഈ ജീവിതത്തിൽ ഒരു ദൈവപൈതലിന് ഒരു ശക്തിയും വെളിപ്പെടുത്താൻ സാധിക്കില്ല. ചിലർ ആരാധനയ്ക്ക് ഇരിക്കുന്നത് കണ്ടാൽ ആരോ വലിച്ചിഴച്ച് അവിടെ കൊണ്ടുവന്നിരുത്തിയതാണെന്ന് തോന്നുന്നു, ഇല്ലേ? അതുകൊണ്ട് ഞാൻ സാധാരണ പൊതുസ്ഥലങ്ങളിൽ പ്രസംഗിക്കുവാൻ തുടങ്ങുന്നതിന് മുമ്പ് എത്ര പേർ വീട്ടിൽ വഴക്കിട്ടിട്ട് വന്നിരിപ്പുണ്ട് എന്ന് ശ്രദ്ധിക്കാറുണ്ട്. വിശുദ്ധ പൗലോസ് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും പറയുന്നു. വേറെ വിധത്തിലാണ് ലോകം സന്തോഷം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കുന്നത്. ചില മണിക്കൂറുകൾ മദ്യപിക്കുകയും ചില വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിട്ട് തങ്ങളുടെ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ അവ സഹായിക്കുമെന്നും അല്പം സന്തോഷം ലഭിക്കുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. കുറേ പേർ ഏതെങ്കിലുമൊക്കെ ഷോയ്ക്ക് പോയി ചില മണിക്കൂറുകൾ ചിലവഴിക്കുന്നു. ഇതുപോലുള്ള സമയം ചിലവഴിച്ചതിന് ശേഷം പോകുന്നവരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ പോയപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ സന്തോഷം തിരികെ വരുമ്പോഴും കാണുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവർ സന്തോഷത്തിൻ്റെ സമയത്തായിരുന്നു താനും അവർ ചിന്തിക്കുന്ന സന്തോഷം. തങ്ങളുടെ ജീവിതത്തിലെ അപാകതകളെ ഈ പറഞ്ഞ വിധത്തിൽ ശരിയാക്കുവാൻ പലരും ശ്രമിക്കുന്നു. പക്ഷേ കൂടുതൽ പ്രശ്നം അവരുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെയൊക്കെ സഭകളിൽ എല്ലാ ആഴ്ചയും ഒരല്പസമയം ഈ അവസ്ഥാഭേദ ക്രമീകരണ സമയം എന്ന് പറഞ്ഞ് നൽകേണ്ടതുണ്ട്. ഇംഗ്ലീഷിൽ പറയാം, ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻറ്റ് അവർ. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അവസ്ഥാഭേദ ക്രമീകരണ സമയം. ഞാനൊരു ഫലിതമായി പറയുകയല്ല. ഗൗരവമായി ഇത് ചെയ്യുന്നില്ല എങ്കിൽ ആരാധന വെറും പ്രഹസനമാകും എന്ന് മറക്കരുത്. ആർക്കെന്ത് ലഭിക്കാനാണ് ആരാധന കൊണ്ട്?
ഞാൻ ഉദ്ദേശിച്ചത്, ഞായറാഴ്ച രാവിലെ മറിയാമ്മച്ചേടത്തി ആരാധനയ്ക്കായി വരുന്നു എന്നിരിക്കട്ടെ. അവരുടെ കൈവശം ഈ കഴിഞ്ഞ ആഴ്ച കിട്ടിയ ഒരു ഒന്നാന്തരം ഏഷണിയുണ്ട്. അത് അവിടുത്തെ സൺഡേ സ്കൂൾ അധ്യാപികയെക്കുറിച്ച് തന്നെയാണ്. 2-3 ദിവസം ഇത് ആരോടും പറയാതിരുന്നതിൻ്റെ ശ്വാസം മുട്ടൽ ചേട്ടത്തിക്കേ അറിയൂ. ഇന്നിതെങ്ങനെങ്കിലും സാക്ഷി പറയുമ്പോഴെങ്കിലും, ആരാധന കഴിഞ്ഞിട്ടാണെങ്കിലും 4 പേരോട് പറയണമെന്ന് ചിന്തിച്ചു വരുമ്പോൾ ആരെങ്കിലും ചിരിച്ചു കൊണ്ടുവന്ന്, അമ്മച്ചി എന്തുണ്ട് വിശേഷം എന്ന് പറഞ്ഞ് ഒരു മനോഹരമായ മുറിയിലേക്ക് അമ്മച്ചിയെ കൊണ്ടുപോയി ഒരു ഗ്ലാസ് നല്ല കാപ്പി കൊടുത്ത് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് എന്തെങ്കിലും നല്ല അനുഭവങ്ങളെക്കുറിച്ച് പറയിച്ച് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഒരു സന്തോഷഭാവത്തോടെ ആരാധനയിൽ പങ്കെടുപ്പിക്കുക. പലരും തങ്ങളുടെ ദേഷ്യം മുഴുവൻ തുറന്നു വിടാനാണ് ആരാധനയിൽ വരുന്നത്. ഇവിടെ ഇതാ സഭയിലെ എൽഡർ ജോസഫ് ചേട്ടൻ വരുന്നു. തനിക്കിഷ്ടമില്ലാത്ത എന്തോ സംഭവിച്ചതിനാൽ രാക്ഷസനെ പോലെ തീ തുപ്പിയാണ് ഈ ആഴ്ചത്തെ വരവ്. അത് മതിയല്ലോ ഒരു ആരാധന മുഴുവൻ മുടക്കുവാൻ. ഇങ്ങനെയുള്ളവരെ സാത്താൻ നോക്കി വെച്ചിട്ടുണ്ട്. അവർ എന്നും ഓരോ പ്രശ്നം കൊണ്ടുവരും. അങ്ങനെ വരുമ്പോൾ ഒരു നല്ല മുറിയിലേക്ക് ചേട്ടനെ കൊണ്ടുപോയി ഒന്ന് തണുപ്പിച്ച് സന്തോഷിപ്പിച്ച് പോയി പ്രസംഗം കേൾക്കുവാൻ അനുവദിക്കുന്ന ഒരു സംവിധാനം എത്ര നന്നായിരിക്കും അല്ലേ? നിങ്ങൾ അതേക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ആരാധനയ്ക്ക് പോകുന്നത് സന്തോഷത്തിനുള്ള അവസരമാണ്. ഇത് പിശാച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അങ്ങനെ സന്തോഷിക്കുവാൻ നമ്മെ ആരെയും സമ്മതിക്കില്ല. പണ്ടൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നത് ഈ പ്രശ്നം നമ്മുടെ നാട്ടിൻപുറത്തെ സഭകളിൽ മാത്രമേ കാണൂ എന്നാണ്. എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ ചില ആരാധനകളിൽ ഞാൻ സംബന്ധിക്കുവാൻ ഇടയായപ്പോഴും അവിടെയും പ്രശ്നം ഇതുതന്നെയാണ് എന്നെനിക്ക് മനസ്സിലായി. അവിടെ ആരാധനകൾക്ക് ശേഷം സോഷ്യൽ അവർ എന്നൊരു പരിപാടി പലയിടത്തുമുണ്ട്. എന്നാൽ അത് ആരാധനയെല്ലാം കഴിഞ്ഞിട്ടായതിനാൽ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടക്കുന്നില്ല. കൂടുതൽ ഏഷണി പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമേ നടക്കുന്നുള്ളൂ. അതൊരു സന്തോഷത്തിൻ്റെ സ്ഥലമായിരിക്കണമെന്ന് മാത്രമല്ല, ശക്തിയുടെ സ്ഥലവുമായിരിക്കണം. ചിലപ്പോൾ പ്രാർത്ഥനാക്കൂട്ടങ്ങളെ ശക്തിയുടെ സമയമെന്ന് വിളിച്ച് കേൾക്കാറുണ്ട്. അതെന്താണെന്നറിയാമോ? അത് സന്തോഷമാകുന്നു. ക്രിസ്തുവിലെ സന്തോഷം നമ്മുടെ പ്രാർത്ഥനാക്കൂട്ടങ്ങളിൽ, നമ്മുടെ ആരാധനകളിൽ നാം മറ്റെന്തിനെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് അവിടുന്ന് നമുക്ക് നമ്മുടെ ജീവിതങ്ങളിൽ സന്തോഷം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. യഥാർത്ഥ സന്തോഷം. ശത്രു നമ്മുടെ സന്തോഷം എടുത്തു കളയുവാൻ ശ്രമിക്കുന്നു. കാരണം അവനറിയാം ഒരു ദൈവപൈതലിൻ്റെ ശക്തി ഈ സന്തോഷത്തിലാകുന്നു എന്ന്. ഒരു വിധത്തിലും സന്തോഷിക്കാവുന്ന ഒരു സാഹചര്യത്തിലല്ലായിരിക്കും താങ്കൾ ഇപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാലും പൗലോസിനെ പോലെ ആയിട്ടില്ലല്ലോ. ഇതാ ജയിലിൽ കിടന്നുകൊണ്ട് ഒരു സഭയോട് സന്തോഷിക്കുവാൻ പറയുന്നത് ആശ്ചര്യമായിരിക്കുന്നില്ലേ? എന്നാൽ പൗലോസിൻ്റെ വാക്കുകൾ നമ്മെ ഒരു വലിയ പാഠം പഠിപ്പിക്കുന്നു. നമ്മുടെ ആന്തരിക മനോഭാവം നമ്മുടെ ബാഹ്യമായ സാഹചര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നതാകണം എന്നില്ല. പൗലോസ് സന്തോഷം കൊണ്ട് നിറഞ്ഞ അവസ്ഥയിലാണ്. കാരണം തനിക്കെന്ത് സംഭവിച്ചാലും കർത്താവായ യേശു ക്രിസ്തു തന്നോട് കൂടെ ഉണ്ട് എന്ന് പൗലോസിന് ഉറപ്പുണ്ടായിരുന്നു. അതെ, ആ ജയിലറയിൽ കർത്താവ് കൂടെയുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ സന്തോഷമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ താങ്കൾ ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിലല്ലായിരിക്കും കാണുന്നത്. ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിൽ കാണുവാൻ ദൈവസന്നിധിയിലേക്ക് വന്ന്, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ആ നിലനിൽക്കുന്ന സന്തോഷം, ആ യഥാർത്ഥ സന്തോഷം, കർത്താവിലെ സന്തോഷം കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. ദൈവം ആ പ്രാർത്ഥന കേൾക്കും, നിങ്ങളെ സന്തോഷമുള്ളൊരു വ്യക്തിയാക്കി അനുഗ്രഹിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എന്തായിരിക്കും ഒരു ക്രിസ്തുവിശ്വാസിയുടെ നിത്യതയിലെ സന്തോഷത്തിൻ്റെ മാറ്റുകൂട്ടുന്നത്? നിശ്ചയമായും നാം ക്രിസ്തുവിനായി നേടിയ ആത്മാക്കൾ തന്നെയായിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചന സൂക്തത്തിൽ നാം കാണുന്നത്, എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി, അവന് കഷ്ടം വരുത്തി, അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട്
അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. അവൻ തൻ്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. അവരുടെ അകൃത്യങ്ങളെ അവൻ വഹിക്കും. അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും എന്ന് നാം കാണുന്നു. അനീതിയുള്ള മാമോനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവീനെന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ കാരണം നിത്യകൂടാരങ്ങളിൽ അവരെ സ്നേഹിതരായി നമുക്ക് ലഭിക്കുവാനായിട്ടാകുന്നു. അതെ, നമ്മുടെ സന്തോഷവും കിരീടവും അങ്ങനെയുള്ളവർ ആയിരിക്കും.